പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ലോക രാഷ്ട്രീയത്തിന്റെ ചതുരംഗപ്പലകയിൽ പുതിയൊരു കളിക്കാരൻ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് പാകിസ്ഥാനെ കുറിച്ചാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു കത്തുന്ന പോരാട്ടം അവസാനിപ്പിക്കാൻ തങ്ങൾ മധ്യസ്ഥത വഹിക്കാം, അഥവാ ഒരു മീഡിയേറ്റർ ആകാമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ വാഗ്ദാനം. കേൾക്കുമ്പോൾ നല്ല കാര്യമായിട്ട് തോന്നാം, പക്ഷേ ഇതിനോട് ഇസ്രായേൽ പ്രതികരിച്ചത് എങ്ങനെയാണ് എന്നറിയാമോ? വി ഡോണ്ട് ട്രസ്റ്റ് നേഷൻസ് വിത്തൗട്ട് ടൈസ്. നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതായത് തങ്ങളെ ഒരു രാജ്യമെന്ന നിലയിൽ പോലും അംഗീകരിക്കാത്ത പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഇസ്രായേൽ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പിന്നിലെ കാര്യം എന്താണ്? ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനെ ദല്ലാൾ, അതായത് ബ്രോക്കർ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? ഈ മഹാപ്രതിസന്ധിയിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ്? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരാം. 2026 ഫെബ്രുവരി 28 തുടങ്ങിയ ഈ യുദ്ധം ലോകത്തെ തളർത്തി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $126 കടന്നു. ഇതൊരു സാധാരണ യുദ്ധമല്ല, ഇതൊരു എനർജി ഹൊററാണ്. പെട്രോളിനും ഡീസലിനും പുറമെ വളം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വിതരണം പാടെ താളം തെറ്റി. കപ്പലുകൾ ഹോർമുസിന് പുറത്ത് മാസങ്ങളായിട്ട് കുടുങ്ങിക്കിടക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് ഇറാൻ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയതോടെ അവയ്ക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റിപ്പോകേണ്ടി വരുന്നു. ഇത് ചരക്ക് നീക്കത്തിന്റെ ചെലവ് 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തന്റെ മധ്യസ്ഥ കുപ്പായവുമായിട്ട് വരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പോസ്റ്റ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ നാടകീയ നീക്കങ്ങൾ തുടങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചതോടെയാണ്. എന്തായാലും ഇറാൻ അമേരിക്കൻ തർക്കം പരിഹരിക്കാൻ ഇസ്ലാമാബാദിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുമെന്ന ഷെരീഫിന്റെ കോൺഫിഡൻസിനെ ട്രംപ് ഒന്ന് ശരിവച്ചു. ഇതോടെ പാകിസ്ഥാൻ വലിയ ആവേശത്തിലാണ്. ഇതിനോടകം തന്നെ ഈജിപ്തും തുർക്കിയും ഒക്കെ ഇതിനായിട്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് സമാധാനത്തിന്റെ വക്താക്കളാകാൻ കഴിയുക എന്നത്.